Welcome all to the CPAP workshop for nurses. Today, myself, Dr. Mohammad Rishad and Dr. Moideen Sharif from Aster MIMS Cortical will be speaking about CPAP. ഞങ്ങൾ ഇത് കഴിയുന്നത്ര സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വാട്സാപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. Today, the objective of today's talk is to understand the definition, എന്താണ് CPAP, അതിൻ്റെ ഇൻഡിക്കേഷൻസ്, എപ്പോഴാണ് നമ്മൾ CPAP ഉപയോഗിക്കേണ്ടത്, കോൺട്രാ ഇൻഡിക്കേഷൻസ്, എപ്പോഴാണ് അത് ഉപയോഗിക്കാൻ പാടില്ലാത്തത്, പിന്നെ കോംപ്ലിക്കേഷൻസ്, എന്തൊക്കെ സംഭവിക്കാം നമ്മൾ നല്ലപോലെ മോണിറ്റർ ചെയ്തിട്ടില്ല എങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് CPAP വഴി വരാൻ സാധ്യതയുള്ളത്. ആദ്യമായി ദ ഡെഫിനിഷൻ ഓഫ് CPAP. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ. അപ്പോൾ എന്താണ് ഈ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർ പ്രഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എപ്പോഴും പ്രഷർ രണ്ട് രീതിയിലുണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. നെഗറ്റീവ് പ്രഷറാണ് നമ്മൾ സക്ഷനിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോസിറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പുഷ് ചെയ്യുക. അപ്പോൾ CPAP, it refers to the application of a continuous positive pressure during both inspiration and expiration in a spontaneously breathing neonate. ഇവിടെ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് only in a spontaneously breathing neonate, സ്വന്തമായി ശ്വസിക്കുവാൻ കഴിയുന്ന ഒരു ന്യൂബോണിൽ മാത്രമേ നമുക്ക് CPAP യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സപ്പോസ് ഒരു ബർത്ത് ആസ്ഫിക്സിയ, ആ കുട്ടിക്ക് ഹാർട്ട് റേറ്റ് ഇല്ല, സ്വന്തമായി ബ്രെത്ത്സ് എടുക്കുന്നില്ല, അങ്ങനെയുള്ള ബേബീസിൽ നമുക്കൊരിക്കലും CPAP കൊണ്ട് യൂസ് ഉണ്ടാകില്ല. In a spontaneously breathing neonate, it is a continuous positive pressure. അതായത് ഈ പോസിറ്റീവ് പ്രഷർ കണ്ടിന്യൂസ്ലി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്യൂറിങ് ബോത്ത് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. അപ്പോൾ a continuous positive pressure is being supplied to the neonate during both inspiration and expiration in which baby in a spontaneously breathing neonate. Okay, അപ്പോൾ അതാണ് CPAP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is otherwise called as a continuous distending pressure. Means ഈ പോസിറ്റീവ് പ്രഷർ വഴി സ്മോൾ ആൽവിയോലിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഫിസിയോളജി ടോക്കിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആൽവിയോലയെ കൊളാപ്സ് ചെയ്യാതെ പിടിച്ചു നിർത്തുകയാണ് CPAP ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് കീപ്പിംഗ് ദ ആൽവിയോലൈ ഡിസ്റ്റൻഡഡ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് എ കണ്ടിന്യൂസ് ഡിസ്റ്റൻഡിങ് പ്രഷർ. ഈ ഒരു ചിത്രം നിങ്ങളെല്ലാവരും മനസ്സിലെപ്പോഴും സൂക്ഷിച്ചു വെക്കുക. ഇവിടെ CPAP എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ കുട്ടിയാണ് CPAP. ഓക്കെ, ഈ ബലൂണാണ് നമ്മുടെ ആൽവിയോലൈ. ആൽവിയോലൈ ഇസ് ദ യൂണിറ്റ് വെയർ ദ എയർ എക്സ്ചേഞ്ച് ഹാപ്പൻസ്. നമ്മുടെ ലങ്സിലെ എയർ എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലമാണ് ആൽവിയോലൈ. അപ്പോൾ ആൽവിയോലൈ ഓക്സിജൻ കിട്ടിയാൽ മാത്രമേ കുട്ടിക്ക് സ്വന്തമായി ബുദ്ധിമുട്ടില്ലാതെ ശ്വസിക്കുവാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ CPAP എന്താണ് ചെയ്യുന്നത്? CPAP ഈ ആൽവിയോലയിലോട്ട് എയറിനെ പുഷ് ചെയ്യുക, കണ്ടിന്യൂസ്ലി പുഷിംഗ് ദ പോസിറ്റീവ് പ്രഷർ. ഗ്രാജുവലി ദ ആൽവിയോലൈ ഈസ് ബിക്കമിങ് ബിഗ്. ഓക്കെ, ഇൻ എ കേസ് ഓഫ് RDS നമ്മൾ കൂടുതലായി കണ്ടുവരുന്ന പ്രീമച്യൂർ ബേബീസിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അതിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ആൽവിയോലൈ എല്ലാം കൊളാപ്സ് ആയി കിടക്കുകയാണ്, അത് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ CPAP വഴി നമ്മൾ അതിലോട്ട് പോസിറ്റീവ് പ്രഷർ കൊടുത്തു വിടുമ്പോൾ അത് ഗ്രാജുവലി കൊളാപ്സ് ആയ ആൽവിയോലൈകൾ ഗ്രാജുവലി ഇംപ്രൂവ് ചെയ്യുകയാണ്. ഇവിടെ ആദ്യത്തിൽ വലിയ ഇംപ്രൂവ്മെൻ്റ് ഇല്ല, രണ്ടാമത്തേതിൽ കുറച്ചുകൂടി ഇംപ്രൂവ്മെൻ്റ് ഉണ്ട്, മൂന്നാമത്തേതിൽ ബെറ്റർ, പിന്നെ ഗ്രാജുവലി ഇൻക്രീസിങ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ, ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ഓവറോൾ, ദ ഫസ്റ്റ്, സെക്കൻഡ്, ദി ഫിഫ്ത്ത് you should keep in mind. ഇവിടെ the first one there is no use because ഇത് കാരണം പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സെക്കൻഡ് വൺ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, പക്ഷേ നോട്ട് സോ മച്ച് ഓഫ് എ യൂസ്. ദ തേർഡ് ആൻഡ് ഫോർത്ത്, ഓക്കെ, നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് കളിക്കാൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഈ ഒരു ഫിഫ്ത്ത് പിക്ചറിൽ നമുക്ക് കാണാൻ കഴിയും അത് നല്ലപോലെ കളിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ബലൂൺ വീർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അവസാനത്തിലോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കുറച്ചുകൂടി ഓവറായിട്ട് അതിലോട്ട് എയർ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസ്ക് എന്താണ്?
ഇവിടെ നമ്മൾ ഇനി കുറച്ചുകൂടി പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബലൂൺ പൊട്ടിപ്പോകുവാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് ആൽവിയോലയിലും സംഭവിക്കുന്നത്. നമ്മൾ ആദ്യത്തിൽ കൊടുക്കുന്ന പ്രഷർ മതിയാകില്ല. ഗ്രാജ്വലി ഈ ആൽവിയോലൈ ഇംപ്രൂവ് ആയി വന്നു. ഇതാണ് ഒരു ഒപ്റ്റിമൽ വോളിയം. ഒരു ബേബിക്ക് നല്ല രീതിയിൽ ശ്വസിക്കാൻ കഴിയുന്ന ഒപ്റ്റിമൽ വോളിയത്തിലാണ് ഇത് നിൽക്കുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ അതിനേക്കാൾ കൂടുതലായിട്ട് കോണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ആ ആൽവിയോലൈ പൊട്ടിപ്പോകാൻ, ബേസ്റ്റ് ആകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് എയർ ലീക്ക് അഥവാ ന്യൂമോതൊറാക്സ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചർ എല്ലാവരും മനസ്സിൽ വെക്കുക. ഇത് ആണ് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൊളാപ്സ് ആയ ആൽവിയോലയെ പതിയെ പതിയെ പ്രഷർ കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒപ്റ്റിമൽ ലെവലിലോട്ട് എത്തിക്കും. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. സോ the CPAP, it maintains the lung at a optimum inflation. നേരത്തെ പിക്ചറിൽ കാണിച്ചതുപോലെ അതിൻ്റെ ഒപ്റ്റിമം ലെവലിൽ വെക്കുന്നത് വഴി അതിനെ കൊളാപ്സ് ചെയ്യാതെ പിടിച്ചു നിർത്തുകയാണ് CPAP ചെയ്യുന്നത്. മെയിൻറ്റെയിനിങ് അപ്പർ എയർവേ പേറ്റൻസി. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നേസൽ CPAP ആണ് കൂടുതലായി യൂസ് ചെയ്യുന്നത്. സോ ബൈ ഗിവിങ് എ നേസൽ എയർവേ പ്രഷർ വി ആർ കീപ്പിംഗ് ദ അപ്പർ എയർവേ പേറ്റൻറ്റ്. അപ്പർ എയർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫാരിങ്സ്, ലാരിങ്സ് മുതലായവ. കണ്ടിന്യൂസ് എയർവേ പ്രഷർ വഴി അതിനെ പേറ്റൻ്റായി നിർത്തുകയാണ് CPAP ചെയ്യുന്നത്. സ്റ്റിമുലേഷൻ ഓഫ് ബ്രീത്തിങ് ത്രൂ എയർ ഫ്ലോ. ഒരു ബേബി നമ്മൾ CPAP കൊടുക്കുമ്പോൾ ആ ബേബി കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്റ്റിമുലേറ്റഡ് ആണ് ബേബി എപ്പോഴും. അതുകൊണ്ട് തന്നെ ആപ്നിയ പോലെയുള്ള ഡിസീസുകൾക്കും CPAP യൂസ് ചെയ്യാൻ കഴിയും. ഇതെല്ലാം വഴി എന്താണ് അവസാനമായി നമ്മൾ അച്ചീവ് ചെയ്യുന്നത്? ഇംപ്രൂവ്ഡ് ഓക്സിജനേഷൻ. ഇംപ്രൂവ്ഡ് ഓക്സിജനേഷൻ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ദ FiO2 റിക്വയർമെൻറ്റ് വിൽ ബി കമ്മിങ് ഡൗൺ. ദാറ്റ് ഈസ് ദ ഇൻഡിക്കേഷൻ ദാറ്റ് ദ ബേബി ഈസ് ഇംപ്രൂവിങ് ഓക്സിജനേഷൻ വൈസ്. അൾട്ടിമേറ്റ്ലി ദർ ഇസ് എ റെഡ്യൂസ് വർക്ക് ഓഫ് ബ്രീത്തിങ്. സ്വാഭാവികമായും ഓക്സിജൻ നല്ല രീതിയിൽ ലഭിക്കുകയാണെങ്കിൽ ആ ബേബിക്ക് ബ്രീത്തിങ് എഫേർട്ട്, വർക്ക് ഓഫ് ബ്രീത്തിങ് കുറഞ്ഞു വരുന്നതായിരിക്കും. So what are the indications of using a CPAP? There are common indications and not so common indications also. The common indications that we see in our NICUs are, one is a respiratory distress syndrome. This is the most commonest indication of using a CPAP. എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാകും ഇങ്ങനെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ഓക്കെ, പ്രീടേം ബേബീസിൽ അതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി സംസാരിക്കുന്നതായിരിക്കും. ആപ്നിയ ഓഫ് പ്രിമച്യൂരിറ്റി. ആപ്നിയ ഓഫ് പ്രിമച്യൂരിറ്റി നമുക്കറിയാം 3 തരത്തിലാണുള്ളത്. സെൻട്രൽ ആപ്നിയ ബിക്കോസ് ഓഫ് ദ immature brain of a preterm baby. There is an obstructive apnea because of some obstruction in the airways, also a mixed type. So CPAP is most useful in the obstructive as well as the mixed apnea, but not so useful in a central apnea. Post extubation in preterm very low birth weight infants. So ഒരു മെക്കാനിക്കൽ വെന്റിലേറ്ററിലായിരുന്ന ഒരു പ്രീടേം ബേബിയെ നമ്മൾ എക്സ്ട്യൂബേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോഴും CPAP യൂസ്ഫുൾ ആയിരിക്കും. അത് എങ്ങനെയാണെന്ന് നമുക്ക് വരുന്ന സ്ലൈഡ്സിൽ കാണാം. ട്രാൻസിയൻറ്റ് ടാക്കിപ്നിയ ഓഫ് ന്യൂ ബോൺ ഇൻ എ ടേം ബേബി ഓർ എ ഡിലേഡ് അഡാപ്റ്റേഷൻ. നമുക്കറിയാം ചില ബേബീസ് ഒരു ഫസ്റ്റ് 6 to 12 hours യാതൊരു പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ കുട്ടിക്ക് ശ്വാസതടസ്സമുണ്ടാകും. അങ്ങനെയുള്ള ബേബീസിൽ CPAP വഴി നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണാറുണ്ട്. Coming to respiratory distress syndrome, as I told, it is the most commonest indication in any NICU setup. Now, how does the CPAP help when it comes to a baby with respiratory distress syndrome? നമ്മൾ നേരത്തെ കാണിച്ച അതേ ബലൂൺ പിക്ചർ എല്ലാവരും മനസ്സിൽ വെക്കുക. ഇറ്റ് പ്രിവെൻറ്റ്സ് എ കൊളാപ്സ് ഓഫ് ആൽവിയോലൈ വിത്ത് മാർജിനൽ സ്റ്റെബിലിറ്റി. അതായത് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോമിൽ സംഭവിക്കുന്നത് പ്രീടേം ലങ്സിൽ സർഫെക്റ്റൻ പ്രൊഡക്ഷൻ കുറവായിരിക്കും. സർഫെക്റ്റൻ പ്രൊഡക്ഷൻ കുറവ് കാരണം ദർ ഇസ് എ ടെൻഡൻസി ഫോർ ഓൾ ദീസ് ആൽവിയോലൈ ടു അണ്ടർഗോ കൊളാപ്സ്. സർഫെക്റ്റൻ്റ് ആണ് നമ്മുടെ ആൽവിയോലയെ പിടിച്ചു നിർത്തുന്നത്. സർഫെക്റ്റൻ്റ് ഇല്ലെങ്കിൽ അത് ദർ ഇസ് എ ടെൻഡൻസി ഫോർ ദ ആൽവിയോലൈ ടു കൊളാപ്സ്. സോ വാട്ട് ഡസ് ദ CPAP ഡു? It prevents the collapse of alveoli by continuously supplying positive pressure to the alveoli. Thus,
there is a recruitment of more and more alveoli which helps to improve the functional residual capacity, FRC. FRCയെ കുറിച്ച് കഴിഞ്ഞ ടോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. FRC എന്ന് പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ഇൻസ്പിറേഷൻ കഴിഞ്ഞ് എത്ര പ്രഷർ, പോസിറ്റീവ് പ്രഷർ ആൽവിയോലയിലുണ്ട്, അതാണ് ഫങ്ഷണൽ, ടോട്ടൽ ലങ്സിൽ എത്രയുണ്ട്, അതാണ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി. അപ്പോൾ ആൽവിയോലൈ ഇംപ്രൂവ് ചെയ്യുന്നത് വഴി FRC ഇംപ്രൂവ് ആവുന്നു. ദ റിസൾട്ട് ഈസ് ബെറ്റർ ഓക്സിജനേഷൻ. സോ ആൽവിയോലയിൽ പോസിറ്റീവ് പ്രഷർ ഉണ്ട്, അതുകൊണ്ട് തന്നെ ബെറ്റർ ഓക്സിജനേഷൻ സംഭവിക്കും. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് വിത്ത് ദ CPAP ഇൻ RDS. നൗ ഹൗ ക്യാൻ വി ബെറ്റർ ദിസ്? CPAPന്റെ യൂസ് എങ്ങനെ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാം? ബൈ ഗിവിംഗ് സർഫെക്റ്റന്റ്. ഐ ഹോപ്പ് എവ്രി വൺ knows what a surfactant is. If not, we'll be talking about it later on. So the beneficial effect of using a CPAP can be improved by administering early surfactant. അപ്പോൾ രണ്ട് കൺസെപ്റ്റ്സ് ഉണ്ട്, ഏർലി സർഫെക്റ്റൻ ആൻഡ് ലേറ്റ് സർഫെക്റ്റൻ. കുറേ സ്റ്റഡീസ് ഇതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട്. അതിലെല്ലാം പറയുന്നത് ബിഫോർ 6 hours നമ്മൾ സർഫെക്റ്റൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് സർഫെക്റ്റൻ്റെ യൂസ് കൂടുതലായിട്ട് കിട്ടുക. After 6 hours or using CPAP alone doesn't make much of a difference. Okay, so surfactant കൊടുക്കുകയാണെങ്കിൽ within 6 hours we'll have to give. Then only we can have a beneficial effect of giving a surfactant along with CPAP. So ഇതാണ് ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞത്. ഇതാണ് നമ്മുടെ എയർവേ, ലങ്സിനുള്ളിൽ എയർ എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലമാണ് ആൽവിയോലൈ. ഓക്കെ, ഇതൊരു നോർമൽ ആൽവിയോലൈ, ഇത് കൊളാപ്സ്ഡ് ആൽവിയോലൈ. ഇതാണ് പ്രീടേം ബേബീസിൽ കൂടുതലായിട്ട് കണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഈ കൊളാപ്സ് ആയ ആൽവിയോലയിലോട്ട് CPAP കണ്ടിന്യൂസ്ലി പോസിറ്റീവ് എയർവേ പ്രഷർ കൊടുക്കുകയാണ്. ഗ്രാജുവലി ഇതിൽ ഫസ്റ്റ് ഒരു ആൽവിയോലൈ ഇംപ്രൂവ് ആകും, രണ്ടാമതൊരു ആൽവിയോലൈ, മൂന്നാമതൊരു ആൽവിയോലൈ, ദാറ്റ് ഈസ് കോൾഡ് റിക്രൂട്ട്മെൻറ്റ്. സോ ഗ്രാജുവലി മോസ്റ്റ് ഓഫ് ദ ആൽവിയോലൈ വിൽ ബി കമ്മിങ് ടു ദ നോർമൽ ലെവൽ. Along with this, CPAP also enhances the production of endogenous surfactant. പ്രീടേം ബേബീസിൽ തീരെ സർഫെക്റ്റൻ്റ് ഇല്ല എന്നല്ല, പക്ഷേ വളരെ വളരെ കുറവായിരിക്കും. CPAP കൊടുക്കുന്നത് വഴി ആ പ്രൊഡക്ഷൻ റേറ്റ് കൂടി ഇംപ്രൂവ് ചെയ്യും. സോ അൾട്ടിമേറ്റ്ലി ദർ ഈസ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ദ അബ്നോർമൽ ആൽവിയോലൈ ഗ്രാജുവലി ബിക്കംസ് ദ നോർമൽ ആൽവിയോലൈ. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ എ കൊളാപ്സ്ഡ് ആൽവിയോലൈ വെൻ വി ആർ യൂസിങ് എ CPAP. Here we can see this is a X-ray. I'm sure almost all of you would have seen a X-ray of a preterm baby with RTS. It most of the time looks like this because there are so many collapsed alveoli. So we have given CPAP to that baby, and after 5 days of CPAP, this is what is happening. So we can see it has almost become normal. Okay, this is a X-ray wise improvement when you compare a baby who was having RTS at birth after giving CPAP for 5 days. Now, what is the evidence? Why should we use a CPAP instead of mechanical ventilator? Nasal CPAP following prophylactic surfactant or nasal CPAP alone is safe as an initial respiratory support which reduces the need for mechanical ventilation. കുറേ സ്റ്റഡീസ് ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. അതിലെല്ലാം കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്റ്റഡീസിൻ്റെ റിസൾട്ടിൽ പറയുന്നത് വെൻ വി യൂസ് എ CPAP അലോൺ, അതായത് CPAP മാത്രമോ അല്ലെങ്കിൽ CPAP വിത്ത് പ്രൊഫൈലാക്റ്റിക് സർഫെക്റ്റൻ കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റെഡ്യൂസ് ദ നീഡ് ഫോർ മെക്കാനിക്കൽ വെന്റിലേഷൻ. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും മെക്കാനിക്കൽ വെന്റിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബേബി പെട്ടെന്ന് ഇമ്പ്രൂവ് ആകും. അല്ല, അതൊരു തെറ്റായ ധാരണയാണ്. CPAP കൊടുക്കുന്നത് വഴി ആ കുട്ടിക്ക് പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് ഒന്നുകൂടി കൂടുതലാണ് എന്നാണ് ഒട്ടുമിക്ക സ്റ്റഡീസിൻ്റെയും റിവ്യൂ പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, 2014 അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ സ്റ്റഡിയിൽ പറയുന്നത് ഇൻസിഡൻസ് ഓഫ് ഡെത്ത് ഓർ ബ്രോങ്കോ പൾമനറി ഡിസ്പ്ലേസിയ ആൻഡ് ബ്രോങ്കോ പൾമനറി ഡിസ്പ്ലേസിയ വാസ് ലെസ് വെൻ CPAP വാസ് യൂസ്ഡ് അലോൺ വിത്തൗട്ട് പ്രൊഫൈലാക്റ്റിക് സർഫെക്റ്റൻറ്റ് ഇൻ നിയോനേറ്റ്സ് ലെസ് ദാൻ 30 weeks. അതായത് CPAP മാത്രം യൂസ് ചെയ്യുന്നതും CPAP വിത്ത് സർഫെക്റ്റൻ യൂസ് ചെയ്യുന്നതും കമ്പയർ ചെയ്തപ്പോൾ CPAP മാത്രം കൊടുക്കുന്ന ബേബീസിൽ ഡെത്ത്
ആൻഡ് ബ്രോങ്കോപൾമണറി ഡിസ്പ്ലേസിയ BPD അതിൻ്റെ ചാൻസ് കുറവാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് എന്തെന്ന് വെച്ചാൽ നമ്മൾ a baby with respiratory distress syndrome will start on CPAP, we'll put the baby on CPAP, we'll wait for 1 or 2 hours and see if the baby's condition is improving or worsening. If the baby is having increased respiratory efforts, showing signs of RDS more and more, then we will administer surfactant. That is the current scenario upon using CPAP. ഓക്കെ, അപ്പോൾ എല്ലാ ബേബീസിനും പെട്ടെന്ന് തന്നെ സർഫെക്റ്റൻ കൊടുക്കണമെന്നില്ല. പുട്ട് ദ ബേബി ഓൺ CPAP. ഏതൊരു ഡിസ്ട്രസ് ഉള്ള ബേബിയും ഫസ്റ്റ് CPAPൽ ഇടുക, എന്നിട്ട് അസസ് ദ ബേബി. ഇഫ് ദ ബേബി ഈസ് നോട്ട് ഇംപ്രൂവിങ്, ദെൻ വി ക്യാൻ ഗിവ് സർഫെക്റ്റൻ. ഓക്കെ. സെക്കൻഡ് ഇസ് apnea of prematurity. As I told earlier, the CPAP use mainly acts on the obstructive part of apnea. How? By splinting the airways. Splinting the airways, the same mechanism. Continuously positive pressure കൊടുക്കുന്നത് വഴി എയർവേസിനെ കൊളാപ്സ് ചെയ്യാതെ പിടിച്ചു നിർത്തുക. ദാറ്റ് ഇസ് കോൾഡ് സ്പ്ലിൻറ്റിംഗ് ഓഫ് ദി എയർവേസ്. ഇൻ ദ ലാർജ് ആൻഡ് സ്മോൾ എയർവേസ്, ബോത്ത് ദി എയർവേസ് ഇസ് ബീങ് സ്പ്ലിൻറ്റഡ് ബൈ ദ യൂസ് ഓഫ് CPAP. ഇതുവഴി ഇറ്റ് ഇസ് സ്റ്റെബിലൈസിങ് ദ ചെസ്റ്റ് വാൾ. കാരണം ആപ്നിയ, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഒക്കെ വരുമ്പോൾ ദർ ഇസ് എ ടെൻഡൻസി ഫോർ ദ ചെസ്റ്റ് വാൾ ടു കൊളാപ്സ്. കാരണം ദ ലങ്സ് ഇസ് ഹാവിങ് മോർ ഫോഴ്സ് എക്സേർട്ടഡ്. സോ ദ ചെസ്റ്റ് വാൾ, അതായത് കുട്ടികളുടെ ബേബീസിൻ്റെ ചെസ്റ്റ് വാൾ ഭയങ്കര കോംപ്ലൈൻ്റ് ആയിരിക്കും. ദേ ഹാവ് എ ടെൻഡൻസി ടു കൊളാപ്സ് സോ ഫാസ്റ്റ് ദാറ്റ് ദ യൂസ് ഓഫ് CPAP വിൽ സ്റ്റെബിലൈസ് ദ ചെസ്റ്റ് വാൾ. Thus it improves oxygenation. So central apnea CPAPൻ്റെ യൂസ് അത്ര തന്നെ ഇല്ലെങ്കിലും obstructive part of apnea it has a great role to play. And when do we use CPAP in a baby with apnea of prematurity? We use it when clinically significant episodes of apnea occurs in spite of optimal methylxanthine therapy. We all know we start with caffeine for preterm babies less than 33 weeks, and in spite of starting caffeine, if the baby is showing significant episodes of apnea, അതായത് caffeine സ്റ്റാർട്ട് ചെയ്തു എന്നിട്ടും ആപ്നിയ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബേബീസിൽ നമുക്ക് CPAP സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. പോസ്റ്റ് എക്സ്റ്റുബേഷൻ ഇൻ പ്രീടേം വെരി ലോ ബർത്ത് വെയ്റ്റ് ഇൻഫൻസ്. വൺസ് വി ഹാവ് എക്സ്റ്റുബേറ്റഡ് ദ preterm babies from ventilator, then there is most of the time there is a risk for the baby to go for extubation failure. Why? Because there is atelectasis and apnea happening. So what is atelectasis? It is again the collapse of the alveoli. Now why does this happen? നമ്മൾ മെക്കാനിക്കൽ വെന്റിലേറ്റർ വഴി കുറേ ദിവസം നമ്മുടെ ആൽവിയോളയെ പിടിച്ചു നിർത്തുകയാണ്. പെട്ടെന്ന് നമ്മൾ ആ മെക്കാനിക്കൽ വെന്റിലേറ്ററി സപ്പോർട്ട് മാറ്റുമ്പോൾ there is a tendency for these alveoli to go back into collapse. That is called atelectasis. As well as apnea. In very preterm or extreme preterm babies, there is always the risk of apnea. അത്തരത്തിലുള്ള ബേബീസിൻ്റെ എക്സ്റ്റുബേഷൻ ഫെയിലിയർ ഒഴിവാക്കുവാൻ CPAP ഒരു പരിധിവരെ സഹായിക്കും. CPAP reduces the incidence of apnea, respiratory acidosis and increase oxygen requirement in very low birth weight infants post extubation. So എന്തുകൊണ്ടാണ് റെസ്പിറേറ്ററി അസിഡോസിസ് സംഭവിക്കുന്നത്? ഈ റെസ്പിറേറ്ററി എഫേർട്സ് കൂടുമ്പോൾ, ഓക്സിജനേഷൻ കുറയുമ്പോൾ ഒബ്വിയസ്ലി കാർബൺ ഡയോക്സൈഡ് റിട്ടൻഷൻ വരും, CO2 റിട്ടൻഷൻ. അപ്പോൾ അത് ഒഴിവാക്കുവാൻ CPAP സഹായിക്കും. ട്രാൻസിയൻറ്റ് ടെക്കിപ്നിയ ഓഫ് ന്യൂ ബോൺ, അതായത് ടേം ബേബീസിൽ, എസ്പെഷ്യലി ദോസ് ബേബീസ് വിത്ത് LSCS. നോർമൽ ഡെലിവറിയിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഫീറ്റസ്, അതായത് ഫീറ്റസിൻ്റെ ശ്വാസകോശത്തിൽ ഫുൾ വെള്ളമുണ്ടാകും. ദർ വിൽ ബി സോ മച്ച് ഓഫ് വാട്ടർ ആൻഡ് ദിസ് വാട്ടർ യൂഷ്വലി ഗെറ്റ്സ് അബ്സോർബ്ഡ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ലേബർ. ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ലേബർ കുറേ സ്ട്രെസ് ഹോർമോൺസ് വർക്ക് ചെയ്യും. അതുവഴി നമ്മുടെ ഈ ഫ്ലൂയിഡ് അബ്സോർപ്ഷൻ സംഭവിക്കും. LSCSലുള്ള ബേബീസ് അല്ലെങ്കിൽ ലേറ്റ് പ്രീടേം ബേബീസിൽ ഈ ഒരു പ്രോസസ്സ് സംഭവിക്കുന്നില്ല. നോർമൽ ലേബറിൽ സംഭവിക്കുന്ന സ്ട്രെസ് റെസ്പോൺസ് CS-ൽ സംഭവിക്കുന്നില്ല. അതുവഴി ആ ഫ്ലൂയിഡ് അബ്സോർപ്ഷൻ ശരിക്കുപോലെ നടക്കുന്നില്ല. ഇത്തരത്തിലുള്ള ബേബീസിന് 12 to 24 hours will require oxygen. That is called transient tachypnea of newborn. Associated with excess of lung fluid.
CPAP here helps by maintaining the lung expansion. So again നമ്മുടെ RDS ഉള്ളതുപോലെ തന്നെ it prevents the lungs from collapsing due to this fluid accumulation. May not be tolerated by term neonates well. ഞാൻ പറഞ്ഞ പോലെ മോസ്റ്റ് ഓഫ് ദ ബേബീസ് വിൽ ബി എയ്തർ ടേം ഓർ ലേറ്റ് പ്രീടേം. ഇത്തരത്തിലുള്ള ബേബീസ് ഒരിക്കലും നമ്മുടെ പ്രീടേം ബേബീസിനെ പോലെ കിടക്കുവാൻ സാധ്യതയില്ല. ദേ വിൽ ബി വെരി മച്ച് അജിറ്റേറ്റഡ്. സോ ദ യൂസ് ഓഫ് CPAP ഇൻ എ ട്രാൻസിയൻറ്റ് ടക്കിപ്നിയ ഓഫ് ന്യൂ ബോൺ ബേബിയിൽ പ്രീടേംസിൻ്റെ അത്ര തന്നെ ഇഫക്റ്റീവ് ആവുകയില്ല. സോ we spoke about the 4 most common indications, that is the respiratory distress syndrome, apnea of prematurity, transient tachypnea of newborn, as well as post extubation in very low birth weight infants. Now it can also be used in cases of pneumonia, meconium aspiration or other aspiration syndromes, pulmonary edema and pulmonary hemorrhage, laryngomalacia, tracheomalacia and bronchomalacia. ഈ കണ്ടീഷൻസിലെല്ലാം തന്നെ നമ്മുടെ യൂസ് may or may not be effective. Okay, it functions in the same way. It prevents the alveoli from collapse. Whatever collapse is happening due to whatever different mechanisms, it tries to prevent the collapse, but it is not as effective as in preterm babies. In pneumonia, it is helpful in mild to moderate respiratory distress. So severe respiratory distress in pneumonia, the CPAP may not be so much helpful, but it is usually helpful in a mild to moderate cases. Here it helps by maintaining the lung expansion. Basic mechanism is the same. It helps it prevents the collapse of alveoli due to fluids and secretions. In pneumonia, there will be bacterial inflammation, there will be fluids in the alveoli and lungs. Here again CPAP tries to prevent the collapse of the alveoli, thus maintaining the lung expansion. In meconium aspiration syndrome, it is not beneficial in all neonates, but in some cases where there is atelectasis, again the collapse of the alveoli. Meconium aspiration syndrome il meconium കാരണം ചില alveoli collapse ആയിരിക്കും, ചില alveoli hyper inflated ആയിരിക്കും. അപ്പോൾ atelectasis സംഭവിച്ച alveoli CPAP helps in. And in meconium aspiration syndrome, again because of this meconium, there will be secondary surfactant deficiency. Okay, so in neonates with both atelectasis and secondary surfactant deficiency, meconium aspiration syndrome is helpful. So in which babies can we try CPAP? In a case of meconium aspiration syndrome, we can try it in a baby having low lung volume and a predominant collapse or atelectasis in the chest X-ray. But here the use is controversial. Why? Because MAS neonates would have hyper expanded lung fields. അതായത് മെക്കോണിയം ബ്ലോക്കേജ് കാരണം ചില സ്ഥലങ്ങളിൽ മാത്രമേ അറ്റലക്ടാസിസ് ഉള്ളൂ, ബാക്കി സ്ഥലങ്ങളിൽ അവിടെ ഹൈപ്പർ ഇൻഫ്ലേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ആയ ഒരു ലങ്ങിലോട്ട് നമ്മൾ കൂടുതൽ പോസിറ്റീവ് പ്രഷർ കൊടുക്കുന്നത് വഴി there is always a chance of air leak or pneumothorax. So we should be careful while administering CPAP to a baby with meconium aspiration syndrome. Again, most of the babies are term babies, so they are unlikely to tolerate CPAP because they are already irritated, they are already agitated with the meconium aspiration. In such babies, the CPAP may not be helpful. So here you can see 2 X-rays. The first one is that of a hyperinflated lung in a meconium baby, while on the right side you can see a baby who has had atelectasis or collapse due to meconium aspiration. So if we give CPAP to this baby, there is a chance for, already it is hyperinflated, there is a chance for the CPAP to put more pressure in and cause air leak or pneumothorax, while in this case CPAP will be helpful. So all cases of MAS, we should not go for CPAP. We should assess the baby, we should have a chest X-ray before starting a CPAP. In laryngo, tracheo or bronchomalacia, the CPAP distends the large airways. Large airways നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ pharynx, the supraglottic region, the larynx, ഇത്തരത്തിലുള്ള large airways CPAP will keep it distended.
and it overcomes the airway's tendency to collapse during expiration. So inspiration is an active process, expiration is a passive process. So there is always a tendency for the airways to collapse mainly during expiration. So CPAP vadi atharathilula tendency to collapse is prevented. So whenever we are starting a CPAP, we should know at what range we should start. Okay. Usually a CPAP less than 3 centimeter of water is not helpful. So there is no point in giving less than 3 centimeter of water. A good range is always between CPAP of 4 to 7. There is a lot of advantages. There are few disadvantages, but when we start on a baby, when we start CPAP on a baby, it is preferable to start with a CPAP of 4 to 5, assess it and gradually increase. Okay. When we go above 7 and especially above 8, it is not at all helpful. Okay. Again, there is a risk for the alveoli to go into air leak. Okay. Here the advantages are very minimal with a CPAP of 8 or above, and the disadvantages are many. You can see X-ray of a baby before starting CPAP and after starting CPAP, and this is a over distended lung due to excess of CPAP administration. So we should always be careful when we are administering CPAP. We should have a proper monitoring with chest X-ray, and above all the clinically we should assess the baby every now and then. We'll be talking about it later on. So these are the indications of CPAP. Now Dr. Mohiuddin Sharif will be speaking about the contraindications and complications. I hope everyone has understood. Any doubts, you can contact us anytime. Thank you. Good morning all. Myself Dr. Mohiuddin Sharif from Aster MIMS Kottakkal. So after that interesting session on basics of CPAP and indications of CPAP, we will be now discussing on contraindication and complications of CPAP. Even though we are using CPAP widely since last decade in NICU and labor room, there has been small proportion of babies who fail CPAP. The main factors determining the success of CPAP is actually proper nursing care. Quality nursing care is very important factor in determining the success of CPAP. The quality nursing includes frequent monitoring of baby, frequent checking of nasal interface to rule out any nasal obstruction due to secretion or any airways obstruction due to flexed neck, or inadequate pressure due to low water levels or leak, or inadequate gas flows, etc. There has been many studies regarding this, which shows incidence of CPAP failure in a unit decreases over the time. That means when we start using CPAP initially, ഒരു CPAP പുതിയത് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ പുതിയതായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽസ് മന്ത്സിൽ നമുക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ കാണാറുണ്ട്. അറൌണ്ട് 60-80% ഓഫ് ബേബി കോംപ്ലിക്കേഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഓവർ ദ ടൈം ഈ കോംപ്ലിക്കേഷൻ കുറഞ്ഞ് വരും. അറൌണ്ട് 20% ഒക്കെ ആവും. സോ ദാറ്റ് മീൻസ് നമ്മൾ എക്സ്പീരിയൻസ്ഡ് നഴ്സിംഗ് കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ CPAP ബേബീസിന്. സോ now we'll move on to the slides. First, when do we say CPAP is adequate? CPAP is considered to be adequate if a baby is on CPAP is comfortable. അതായത് നമ്മൾ ഒരു ബേബി CPAP ഫെയിലിയർ അല്ല, അഡ്വക്കേറ്റ് ആണ്, ഈ CPAPൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് അറിയാൽ ഒന്ന് ബേബി കംഫർട്ടബിൾ ആയിരിക്കണം. സെക്കൻഡ്, ഹാസ് മിനിമൽ ഓർ നോ ചെസ്റ്റ് റിട്രാക്ഷൻ, has normal CFT blood pressure and saturation between 87 to 93%. Blood gas showing PO2 of 50 to 80 and PCO2 of 40 to 60 and pH 7.35 to 7.45. In short, baby comfortable ആയിരിക്കണം and vitals stable ആയിരിക്കണം. ഇത് രണ്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന CPAP അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രഷർ ഒക്കെ അഡിക്വേറ്റ് ആണ്. നമുക്ക് നോക്കേണ്ടത് എന്തെല്ലാമാണ് ഇനി മോണിറ്റർ ചെയ്യേണ്ടത്. ഒരു ബേബി CPAPൽ ഉണ്ടാവുമ്പോൾ എന്തെല്ലാം ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ്, റെസ്പിറേറ്ററി സ്റ്റാറ്റസ്. നമ്മൾ നോക്കേണ്ടത് ബേബി ടാക്കിപ്നി ഉണ്ടോ ഓർ എനി റിട്രാക്ഷൻസ് ഉണ്ടോ നോക്കാം. പ്രീഡക്ടൽ ഓക്സിജൻ സാച്ചുറേഷൻ.
പ്രീഡക്ടൽ ഓക്സിജൻ സാച്ചുറേഷൻ നമ്മൾ ചെക്ക് ചെയ്യൽ റൈറ്റ് ഹാൻഡിൽ നമ്മൾ സാച്ചുറേഷൻ മോണിറ്റർ പ്ലേസ് ചെയ്തിട്ട്. പിന്നെ കാർഡിയോവാസ്കുലർ സ്റ്റാറ്റസ്, അതായത് നമ്മൾ ഹാർട്ട് റേറ്റ് നോക്കും, BP നോക്കും, CFT നോക്കും, അതായത് ബേബി ഹൈപ്പർ ടെൻഷൻ പോകുന്നുണ്ടോ, ബ്രാഡികാർഡിയ പോകുന്നുണ്ടോ, അതെല്ലാം ചെക്ക് ചെയ്യണം. GI സ്റ്റാറ്റസ് പറഞ്ഞാൽ നമ്മൾ CPAP കോംപ്ലിക്കേഷൻ ആണെന്ന് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ അത് മോണിറ്റർ ചെയ്യണം. ബവൽ സൗണ്ട്സ് ആബ്സെൻ്റ് ഓർ പ്രസൻ്റ് ആണെന്ന് നോക്കണം. ദെൻ ന്യൂറോളജിക്കൽ സ്റ്റേറ്റ്, അതായത് ബേബിയുടെ ടോൺ, ആക്ടിവിറ്റി, റെസ്പോൺസീവ്നെസ് എല്ലാം ചെക്ക് ചെയ്യേണ്ടതാണ്. ദെൻ ഗോസ് തെർമോ റെഗുലേഷൻ. ഇതിന് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡിക്കേഷൻസ് ഓഫ് CPAP, ഏതെല്ലാം കണ്ടീഷനിലാണ് നമ്മൾ CPAP യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇൻ അപ്നിയ ഓഫ് പ്രീമെച്യൂരിറ്റി, പ്രീടേം, RDS, TTNB, ഇതെല്ലാം നമ്മൾ CPAP യൂസ് ചെയ്യാം. ബട്ട് സം കണ്ടീഷൻസ് നമുക്ക് CPAP കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്, നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഫസ്റ്റ് വൺ ഈസ് പ്രോഗ്രസീവ് റെസ്പിറേറ്ററി ഫെയിലിയർ വിത്ത് PCO2 ലെവൽസ് മോർ ദാൻ 60 പ്രഷർ ഓർ ഇന്നബിലിറ്റി ടു മെയിൻറ്റെയിൻ ഓക്സിജൻ PO2 മോർ ദാൻ ലെസ് ദാൻ 50. അതായത് നമ്മൾ CPAP കൊടുത്തിട്ടും PCO2 ലെവൽ കൂടി വരുന്നു, CO2 ലെവൽ കൂടി വരുന്നു, പിന്നെ നമ്മൾ VBG ചെക്ക് ചെയ്യുമ്പോൾ PO2 ലെവൽ കുറഞ്ഞു വരുന്നു. ഇങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് CPAP പാടില്ല, ബേബിന് അത് ഫാറ്റൽ റിസ്ക് വരും. പുവർ റെസ്പിറേറ്ററി ഡ്രൈവ് ദാറ്റ് ഈസ് നോട്ട് ഇംപ്രൂവ്ഡ് ബൈ CPAP, ഫോർ എക്സാമ്പിൾ അപ്നിയ, ഇതൊക്കെ ഇങ്ങനെ പെർസിസ്റ്റൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഇറ്റ്സ് കോൺട്രാഇൻഡിക്കേറ്റഡ്, CPAP ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ്. സിവിയർ കാർഡിയോവാസ്കുലർ ഇൻസ്റ്റബിലിറ്റി, ഫോർ എക്സാമ്പിൾ ബേബി ഈസ് ഇൻ ഹൈപ്പർടെൻഷൻ, CPAP കോൺട്രാഇൻഡിക്കേറ്റഡ്. ഓർ എനി എയർവേ അബ്നോർമാലിറ്റീസ്, ഫോർ എക്സാമ്പിൾ ക്വാനൽ അട്രീസിയ. ക്വാനൽ അട്രീസിയ നമ്മൾ 2 നാസൽ ബ്ലോക്ക് ഉണ്ടാവും, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രഷേഴ്സ് അങ്ങോട്ട് ഡെലിവർ ചെയ്യില്ല, സോ ഇറ്റ്സ് കോൺട്രാഇൻഡിക്കേറ്റഡ്. ക്ലെഫ്റ്റ് പാലറ്റ്, ട്രക്യോഇസോഫേജിയൽ ഫിസ്റ്റുല, കഞ്ചനൈറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയ, ഈ 4 കണ്ടീഷൻസിലും CPAP കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. Now we'll move on to complications of CPAP. First and main complication is nasal obstruction or irritation. ഇത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്നതാണ് CPAP യൂസ് ചെയ്യുന്ന ബേബീസിന്. അറൗണ്ട് 80-90% ബേബീസിന് ഉണ്ടാകുന്നതാണ് നാസൽ ഒബ്സ്ട്രക്ഷൻ ഓർ ഇറിറ്റേഷൻ. ഇത് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും സെക്രീഷൻ, വി ഹാവ് ടു റിമൂവ് സെക്രീഷൻസ് ആൻഡ് ചെക്ക് ഫോർ പ്രോപ്പർ പൊസിഷനിങ് ഓഫ് ദ പ്രോംപ്റ്റ്സ്. അത് ഇടയ്ക്ക് നമുക്ക് സലൈൻ നാസൽ ഡ്രോപ്സ് ഒറ്റിക്കാം, ഓറൽസ് നമുക്ക് നാസൽ പ്രോങ്സിന് പകരം മാസ്ക് ഉപയോഗിക്കാം ഇൻ ബിറ്റ്വീൻ, അങ്ങനെ നമുക്കിത് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. Then comes nasal septal erosion or necrosis. So the main thing we have to do is we have to keep prongs away from the septum. ഇതൊരു ചെറിയൊരു മെത്തേഡാണ് നമുക്ക് ഇത് കുറക്കാൻ പറ്റുന്നത്, ഈ ഇഞ്ചുറി കുറക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഫസ്റ്റ് വി ഹാവ് ടു ചൂസ് ആൻ അഡൾട്ട് കോട്ടൺ സോക്സ്, മാർക്ക് 3 to 4 lines with a pencil, cut along the dotted line. ഒന്ന് നമ്മൾ ഇൻ ബിറ്റ്വീൻ ഉള്ളത് നമ്മൾ 2 പകുതി സ്റ്റിച്ച് ചെയ്യണം. പിന്നെ സ്റ്റിച്ച് ദ എഡ്ജസ്, മേക്ക് 2 holes at the sides, attach tapes to these holes, fix the cannula using the tapes as shown. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കുറേ നാസൽ ഇഞ്ചുറീസ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ കംസ് പൾമറി. മെയിൻ കോംപ്ലിക്കേഷൻ നമ്മൾ പൾമറിൽ കാണുന്നത് ന്യൂമോതൊറാക്സ് ആണ്. Pulmonary air leaks are probably the most adverse effect of CPAP. They occur following over-distension of the lungs caused by inappropriately high pressure. ഇതിന് മുന്നത്തെ സ്ലൈഡിൽ ഡോക്ടർ റിഷാദ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബലൂണിൻ്റെ എക്സാമ്പിൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഡിസീസ്ഡ് ആൽവലയിൽ നമ്മൾ ഒരു സർട്ടൻ പ്രഷർ കൊടുക്കുന്നുണ്ട്, ഒരു 5 to 6 പ്രഷർ കൊടുക്കുന്നു. ആ ഡിസീസ്ഡ് ആൽവ ഇമ്പ്രൂവ് ആയി നോർമലായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേ സെയിം പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ഈ ന്യൂമോതൊറാക്സ് ചാൻസസ് കൂടുതലാണ്. They tend to occur when the lung compliance starts improving and the oxygen requirements also show a reduction. It occurs more in acute phase and not a contraindication for continuing CPAP. ഇത് നമ്മൾ ഇനീഷ്യൽ ഫേസിലാണ് ഇത് കാണാറ്. ഇതിന് നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻറ്റ് ചെക്കിംഗ് ഓഫ് റെസ്പിറേറ്ററി റേറ്റ്, ഡിസ്ട്രസ്, ഇതെല്ലാം ഫ്രീക്വൻ്റായി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് ഒഴിവാക്കാൻ പറ്റുന്നതാണ്.
Second, cardiovascular. The cardiovascular main പ്രശ്നം decreased cardiac output due to reduction in the venous return. ഇപ്പോൾ നമ്മൾ ബ്ലഡ് ഫ്ലോ, അതായത് നമ്മൾ ഡിസ്റ്റൻഡ് ആൽവലേക്ക് പ്രഷർ കൊടുക്കുന്നത് കൊണ്ട് ബ്ലഡ് ഫ്ലോ കുറയാൻ ചാൻസ് ഉണ്ട് ഹാർട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. അത് കാരണം തന്നെ ഡിക്രീസ്ഡ് റൈറ്റ് വെൻട്രിക്കുലർ സ്ട്രോക്ക് വോളിയം, altered dispensability of left ventricle. This effect can be minimized by using optimal CPAP and achieving adequate intravascular volume. നമ്മൾ പ്രഷേഴ്സ് കുറക്കാം, കൂടാതെ ഫ്ലൂയിഡ് അഡ്വക്കേറ്റായി കൊടുത്താൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ആക്കാൻ പറ്റുന്നതാണ്. CNS മെയിൻ തിങ് ഇസ് ഇൻക്രീസ്ഡ് ഇൻട്രാക്രനൽ പ്രഷർ ആൻഡ് ഡിക്രീസ്ഡ് സെറിബ്രൽ പെർഫ്യൂഷൻ. ഹാർട്ടിൽ നിന്ന് ബ്ലഡ് ഫ്ലോ CNSലേക്ക് കുറവായി വരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇത് സെയിം തിങ്, നമുക്ക് ഫ്ലൂയിഡ് അഡ്വക്കേറ്റ് കൊടുക്കാം, ഇത് കൺട്രോൾ ആക്കാം. ദെൻ കംസ് GIT, ഗ്യാസ്ട്രിക് ഡിസ്റ്റൻഷൻ ആൻഡ് CPAP ബെല്ലി സിൻഡ്രോം. നമ്മൾ മിക്ക ബേബീസിനും കാണാറുണ്ടായിരുന്നു ഫസ്റ്റ് ഇനീഷ്യലി CPAP ബെല്ലി സിൻഡ്രോം. നൗ ഡേയ്സ് ഇറ്റ്സ് വെരി ലെസ് ബിക്കോസ് വി ആർ യൂസിങ് ഓറോഗാസ്ട്രിക് ട്യൂബ് കണ്ടിന്യൂസ്ലി. ഇൻ കേസ് CPAP ബെല്ലി സിൻഡ്രോം വന്നാൽ തന്നെ ഇറ്റ്സ് നോട്ട് എ കോൺട്രാൻഡിക്കേഷൻ ഫോർ enteral feeding. Babies may experience mild abdominal distension during CPAP delivery from swallowing air. ഇത് പ്രിവെന്റ് ചെയ്യൽ പറഞ്ഞാൽ we have to assess the infant's abdomen regularly, pass an orogastric tube to aspirate excess air before feeds, second or fourth hourly. 8 French orogastric tube may be left indwelling to allow for continuous air removal. These are some of the complications of CPAP. Those complications which we can avoid easily. For example, nasal irritation or obstruction which can be avoided by placing proper binasal prongs or proper instillation of saline nasal drops when any obstruction is there. Avoiding pressing hard of nasal prongs on the septum to avoid nasal septal injury, placing it straight. In those ways we can avoid nasal irritation. Pulmonary leaks can be avoided by proper frequent monitoring of respiratory rate, saturation or any distress and giving proper pressures accordingly. Cardiac output can be improved by giving adequate pressure or giving adequate fluid. And gastric distensions can be avoided by placing continuous orogastric tube. So in these ways we can avoid every complications and we can have 100% of CPAP success. So hope you all had understood indication, contraindication and complications of CPAP. So if anyone is having any doubts, you are free to contact on WhatsApp or by call. Thank you.